ഫ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നോക്കുന്നത്. ഇത് ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. അതുപോലെ തന്നെ മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. ടൈംലെസ് ആണ്. നിങ്ങളുടെ കൈകളിൽ എപ്പോൾ കിട്ടുന്നോ അപ്പോൾ മുതൽ വാലിഡ് ആകുന്നതാണ്. നമ്മളുടെ ചാനൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, അതുപോലെ തന്നെ ഹൈപ്പ് അത് ചെയ്യുന്നില്ലല്ലോ ആരും. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരും ഒന്ന് ചെയ്തേക്കണം. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും ഒന്നും കൂടി ഒന്ന് ഉഷാറാവണേ. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്നുണ്ട്, പിന്നെ പല ആളുകളും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കമൻസ് കാണുന്നുണ്ട്. താങ്ക് യു. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടിന് വളരെ നന്ദി. നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. നമുക്കിന്ന് നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ എനർജിയാണ് നമ്മൾ നോക്കുന്നത്. എഫിഷ്യൻറ്റ് ആൻഡ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്നേഹം ആണ് നിങ്ങളുടേതെന്നാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്. ഓക്കെ, വളരെ നല്ല കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിന് അതിരുകളില്ല. നിങ്ങൾ ഭയങ്കരമായിട്ട് വളരെ എഫിഷ്യൻ്റ് ആയിരുന്നു രണ്ടാളും. അതുപോലെ തന്നെ നിങ്ങളുടെ പിന്നെ സ്നേഹം എന്ന് പറഞ്ഞാൽ വളരെ ഒരു സത്യസന്ധമായ ഒരു ബന്ധമായിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു ഡബിൾ കാർഡ് വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ആ ഡബിൾ കാർഡ് എന്ന് പറയുന്നത് നല്ലതല്ല. അപ്പോൾ നമുക്കതൊരു പിന്നെ നമ്മളെ ജീവിതത്തെ തന്നെ ഉലയ്ക്കുന്ന ചില സംഭവങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഡബിൾ എന്ന് പറയുന്നത് നല്ലൊരു നെഗറ്റീവ് കാർഡാണ് കേട്ടോ. ഓക്കെ. അടുത്ത കാർഡ് 3 ഓഫ് സോഡ്സ്, ഡീപ്പ് ഇഷ്യൂസ് ആൻഡ് ലവ് ട്രയാങ്കിൾ. അവിടെ ഒരു തേർഡ് പാർട്ടി ഉറപ്പായിട്ടും എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് കാർഡ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ നിങ്ങൾ ഇവിടെ ചില പ്രശ്നങ്ങളുണ്ടായി എന്നുള്ളത് കാണുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണമല്ലോ ബ്ലോക്ക്ഡ് ആവുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നു, ഞാൻ ഇതിനകത്തൊരു രക്തസാക്ഷിയായിപ്പോയല്ലോ എന്നൊക്കെ ഉള്ള ചിന്തകൾ നിങ്ങൾക്ക് വരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ കാർഡ് കണ്ട് നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നതായിട്ടാണ്. ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. നിങ്ങൾ വളരെ ആലോചിക്കുകയാണ്. ഒരു വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലാണ്. എന്ന് വെച്ചാൽ നഷ്ടബോധമുണ്ട്. പിന്നെ ഞാൻ ആഗ്രഹിച്ചതല്ല ഇത്. കാരണം എല്ലാം വിട്ടെറിഞ്ഞിട്ട് മൂവ് ഓൺ ചെയ്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. എത്ര സ്നേഹം ആയിരുന്നു ആദ്യത്തെ കാർഡ് കിട്ടിയത്. പക്ഷേ പെട്ടെന്നാണ് തകിടം മറിഞ്ഞ് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. പക്ഷേ അവിടെയും അത്ര വലിയ ഒരു നല്ല ലക്ഷണമല്ല. ഇവിടെ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആൾ അതാരായിരുന്നാലും അത് അത്ര നല്ല ഒരു ബന്ധമല്ല. കാരണം അവിടെ ചില പ്രശ്നങ്ങൾ, വാക്കുതർക്കങ്ങൾ, ഡിഫെൻസീവ് ആൻഡ് അസേർട്ടീവ്, അതായത് പ്രതിരോധം വരിക, ഉറച്ച തീരുമാനങ്ങൾ എടുക്കുക, അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങൾ വന്നിരിക്കുന്നു ഇപ്പോൾ എന്നാണ് കേട്ടോ. ഞാൻ കൂടുതൽ അങ്ങോട്ട് പറയാതെ നമ്മൾ പെട്ടെന്ന് കാര്യങ്ങൾ പറയണമല്ലോ, അതിനുവേണ്ടി പറയുകയാണ്. പിന്നെ 10 ഓഫ് ഹാൻഡ്സ് ആണ്. അത് ഈ ഒരു ബന്ധം, അതായത് തേർഡ് പാർട്ടി ഓവർ ബർഡൻ ആൻഡ് സ്ട്രഗ്ലിംഗ് ലവ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ. അപ്പം നിങ്ങളിവിടെ ബ്ലോക്ക് ചെയ്ത് നിങ്ങൾ ഒരു രക്തസാക്ഷിയായി നിങ്ങൾ മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു സെപ്പറേഷനായിരിക്കാം. ആ രീതിയിലുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. പക്ഷേ ഇവിടെയും അത്ര വലിയ സന്തോഷവും സമാധാനവും ഒന്നും ഉണ്ടായില്ല തേർഡ് പാർട്ടിയിൽ നിന്ന്. അപ്പോൾ ചാലഞ്ചിങ് ആൻഡ് തിങ്കബിളായിട്ട് മാറിയിരിക്കുന്നു അവരുടെ സ്നേഹം എന്നാണ്. ഓക്കെ. അത് വളരെയധികം ഒരു ചിന്ത വന്നു. കറച്ച് എൻ്റെ ഭാഗത്തുനിന്ന് വന്ന് തെറ്റാണ് എന്നുള്ള വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായിരിക്കുന്നു. എന്നാൽ ഈ ബന്ധം ഒരു ചാലഞ്ചിങ് ആണ്. അതോടൊപ്പം ഇത് കാർമിക് ആയിട്ടുള്ള ഒരു സ്നേഹം ആയിരുന്നു എന്നാണ്. കാർമിക് എന്നത് എപ്പോഴും നമ്മൾ പറയും, പാസ്റ്റ് ലൈഫിലുള്ള ചില ബന്ധങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരും. അവിടെ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ വരും. അതായത് കാർമിക് സൈക്കിൾ എൻഡ് ആകുന്നത് വരെ നമ്മൾ അതിനകത്ത് കിടന്നിട്ട് ചക്രശ്വാസം വലിക്കേണ്ടി വരും എന്നാണ്. നിങ്ങൾ എത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്നേഹമായിരുന്നു എങ്കിലും ഇടയ്ക്ക് വന്ന ആൾ അതത്ര നല്ല ഒരാളല്ലാത്തത് കൊണ്ട്, അതിൻ്റെ ഡബിൾ എനർജി കൊണ്ടാണ് വന്നിരിക്കുന്നത് തന്നെ. അപ്പോൾ നമുക്ക് മനസ്സിലാകാം അതങ്ങനെയാണ്, ആ ആൾ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കാർമിക് ആയിട്ടുള്ള ചില ബന്ധങ്ങൾ ഇത് അനുഭവിച്ചേ പറ്റുള്ളൂ. കാർമിക് ലൈഫ് അനുഭവിച്ചേ പറ്റുള്ളൂ. അതാണ് ഇവിടെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണമെന്ന് നിങ്ങളുടെ വ്യക്തി വളരെയധികം ഇപ്പോൾ ആഗ്രഹിക്കുന്നു എന്നാണ്. പിന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് റിയലബിളായിട്ടുള്ള ഒരു സ്നേഹം നിങ്ങൾക്ക് തരണം എന്നൊക്കെയാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് കാണുന്നുണ്ട്. അപ്പോൾ ഒരു ന്യൂ ബിഗിനിങ് വന്നിട്ടുണ്ട്.
അപ്പോൾ ഇതൊരു ഗൈഡൻസ് മെസ്സേജാണ് കേട്ടോ. നമുക്കൊരു ഗൈഡൻസ് മെസ്സേജാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ഈ രീതിയിലുള്ള ഒരു ബന്ധം നിങ്ങൾക്ക് വരുമെന്നാണ്. കാരണം ഇവിടെ ജസ്റ്റിസ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നതാണ്. ജസ്റ്റിസ് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റിസ് തരണമെന്ന് നിങ്ങളുടെ വ്യക്തി വിചാരിക്കുന്നു. ഇവിടെ അതുപോലെ തന്നെ ഈ കാർഡും വന്നിട്ടുണ്ട്. ഒരു ഗൈഡൻസ് മെസ്സേജ് പോലെ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ദ ന്യൂ പിന്നെ ബന്ധം നിങ്ങളുടെ ദ ഫൂൾ വന്നിട്ടുണ്ട്. ന്യൂ ആൻഡ് അഡ്വഞ്ചറസ് ലവ് ആയിട്ട് വരുമെന്നാണ് ഈ ബന്ധം. ഇവിടുന്ന് അഡ്വഞ്ചറസ് എന്ന് പറയുമ്പോഴേ ഇവിടെ തേർഡ് പാർട്ടി ഉണ്ടല്ലോ. ഈ തേർഡ് പാർട്ടിയെ മറികടന്ന് വേണം നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ എന്നുള്ളതാണ്. അവിടെയാണ് അഡ്വഞ്ചറസ് ലൈഫ് എന്ന് ലവ് എന്ന് പറയുന്നത്. ഓക്കെ, സോറി. അപ്പോൾ ഇവിടെ 9 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് തന്നെയാണ്. പിന്നെ യൂണിവേഴ്സൽ മെസ്സേജ് തന്നെയാണ്. ഫുൾഫിൽഡ് ആൻഡ് അബണ്ടൻറ്റ് ലവ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്നാണ്. അവസാനത്തെ കാർഡ് സൺ വന്നിട്ടുണ്ട്. ഓക്കെ, ഗുഡ്, വളരെ നന്നായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഉള്ള ആളുകളുടെ എനർജി ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കിതിനകത്ത് എന്തെങ്കിലും ഇതിനകത്ത് നമുക്ക് നോക്കാം. അപ്പോൾ കുറച്ച് ഗോസിപ്പുകൾ ഒക്കെ അവിടെ പിന്നെ വളരെയധികം വന്നിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഗോസിപ്പുകൾ ഭയന്ന് നിങ്ങൾ ആദ്യകാലങ്ങളിൽ ഒന്നും മിണ്ടാതിരുന്നു എന്നാണ്. കാരണം വെച്ചാൽ ആളുകൾ എന്ത് പറയും എന്നുള്ള ഒരു പേടി, വിഷമം നിങ്ങൾക്കുണ്ടായിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ എനർജിയാണ്. അപ്പോൾ ഐ ഫീൽ ലൈക്ക് ആബ്സെൻസ് ഇപ്പോൾ നിങ്ങളെ വല്ലാതെ ഫീൽ ചെയ്യുന്നു എന്നാണ്. വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. അവരുടെ കണക്ഷൻ ഫിക്സ് ആകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ പല കാര്യങ്ങളിലും നിങ്ങളെ പിന്നെ നെഗ്ലക്റ്റ് ചെയ്തു എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ വിഷമിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വാക്ക് തർക്കങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്നു. അതാണ് ഇവിടെ നെഗ്ലക്റ്റഡ് ആൻഡ് ഡാമേജ് കാർഡ് വന്നിരിക്കുന്നത്. എന്നുവെച്ചാൽ നിങ്ങൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ. നമ്മൾ ഫസ്റ്റ് കാർഡ് എടുത്തപ്പോൾ നമ്മളത് അത്രയും പറയാതിരുന്നത് അതുകൊണ്ടാണ്. താഴത്തെ കാർഡുകൾ ഇത്രയും നമുക്ക് തരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും മിസ് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അതാണ് ഇവിടുത്തെ കാർഡ്. എങ്ങനെ പോയാലും ശരി, എവിടെ പോയാലും ശരി, വ്യക്തമായ ധാരണ ഉള്ള ഒരു ബന്ധമായിരുന്നു നിങ്ങളുടേത്. ആ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് കാർഡിൽ തന്നെ. പക്ഷേ ചില സംഭവ വികാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. അതുകൊണ്ട് തന്നെ എന്നിട്ടും നിങ്ങളുടെ ഉള്ളിൽ ആ സ്നേഹമുണ്ട് ഇപ്പോഴും. കാരണം നമ്മൾ ഈ വന്ന തേർഡ് പാർട്ടി എന്ന് പറയുന്ന കാർമിക്കാണ്. ആ കാർമിക്ക് അനുഭവിച്ച പിന്നെ മാറണം നിങ്ങൾ രണ്ടുപേരും അത് അനുഭവിക്കണം. പക്ഷെ നിങ്ങൾക്കിവിടെ നല്ല കാർഡ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് 9 ഓഫ് കപ്സ്, ഫുൾഫിൽഡ് ആൻഡ് അബണ്ടന്റ് ലവും ആൻഡ് ദ സൺ, ലോങ് ടൈം ആൻഡ് ഹാർമോണിയസ് ലവ്. ഇതൊക്കെ മാറും. അത് മാത്രമല്ല നമുക്ക് ന്യൂ ബിഗിനിങ് വരുമെന്ന് കാണിക്കുന്നുണ്ട്. റിയൂണിയൻ കാണിക്കുന്നു. കിങ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് റിലയബിൾ ലവ്. മനസ്സിലായില്ലേ? ഇത് ഗൈഡൻസ് മെസ്സേജാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വരും. പക്ഷേ ഇവിടെ ഈ കാർമിക് ലൈഫ് ഉള്ളതുകൊണ്ട്, അതായത് നിങ്ങൾക്ക് ഇവിടെ ഒരു ജസ്റ്റിസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാർമിക് ലൈഫും കാർമിക് സൈക്കിൾ എൻഡ് ആയി ഇതെല്ലാം മാറി ഡിവൈൻ ടൈം വരുമ്പോഴാണ് ഇതൊക്കെ നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. പെട്ടെന്ന് നിങ്ങളിലേക്ക് അങ്ങോട്ട് കടന്നു വരുമെന്നല്ല ഞാൻ പറയുന്നത്. എത്രയോ പിന്നെ നമ്മൾ കമൻസ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. എത്രയോ പേര് പിന്നെ ഇങ്ങനെ കാത്തിരിക്കുന്നവരെ നമുക്കിതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവരോട് പറയുന്നത്, നമുക്ക് ഈ ഒരു കാർഡ് എടുത്തത് കൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു നിങ്ങളുടെ എനർജി കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ നമ്മൾ നാളെ തന്നെ നിങ്ങളെ വിളിക്കും എന്നല്ല ഈ പറയുന്നത്. ഇത് സംഭവിക്കും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഇത് സംഭവിക്കും. കാരണം വെച്ചാൽ അങ്ങനെയാണ് അത്. പിന്നെ എന്താ പറയുക, യൂണിവേഴ്സൽ മെസ്സേജ് ആണത്. നമുക്കത് വരുമെന്നാണ്. അപ്പോൾ ഇവിടെ റീയൂണിയൻ പറയുന്നു, അത് വന്നിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. God bless you. Thank you, universe.